കരഞ്ഞ് 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 ചങ്കലയ്ക്ക് തീർക്കാനുള്ള അല്ല ചുരമലിലെ ആൾക്കാരെന്ന് പറയുന്നത്. നഷ്ടപ്പെട്ടവളെ എല്ലാം നമുക്ക് വീണ്ടെടുത്ത് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അവർക്കും ജീവിക്കണ്ടേ നമ്മളെ പോലെ തന്നെ ഇനിയും. അവർക്ക് സുരക്ഷിതമായി താമസിക്കാൻ അവർക്ക് വീട് വേണ്ടേ, അവർക്ക് അവരുടെ പെൺമക്കളുടെ കല്യാണം നടത്തണ്ടേ, അവർക്ക് അവരുടെ മക്കളെ സമാധാനത്തോടെ സ്കൂളിൽ വിടണ്ടേ. അതോ ഇനി ഇതിനൊക്കെ വേണ്ടി അവർ തെരുവിലിറങ്ങി പിച്ചെടുക്കണോ, അതോ സർക്കാരിൻ്റെ കയ്യും കാലും പിടിക്കാൻ പോകണോ? ഇതൊക്കെ ആവശ്യങ്ങളല്ലേ, അർഹതപ്പെട്ടതല്ലേ, കയ്യും കാലും പിടിച്ച് വാങ്ങിച്ചെടുക്കേണ്ട കാര്യങ്ങളല്ലല്ലോ. ഇതിനൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാണ് ഒരു സർക്കാർ? അത് ഏത് പാർട്ടിക്കാരാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ചോദിച്ചു വാങ്ങിക്കേണ്ടതല്ലോ, കണ്ടറിഞ്ഞ് കൊടുക്കേണ്ടതല്ലേ. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം വാഗ്ദാനങ്ങൾ നൽകാനും തള്ളാനും മറിക്കാനും മാത്രം വരുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ അല്ല ഇനി നമുക്ക് വേണ്ടത്. മാറി ചിന്തിച്ച് തുടങ്ങിയേ പറ്റും. പിന്നെ നമ്മളെ കൂടെപ്പറപ്പുകൾ മരിച്ചു പോണ സ്ഥലമാണ്. അതെ അതെ അതെ, ആ ഒരു വേദന ഉണ്ട്. ആയിക്കൂടെ രാത്രിയും പകലും എങ്ങനെ നമ്മള് പോണ പോലെയല്ല. വീട്ടുകാർക്ക് ഒരാഴ്ചത്തിന് വിളിച്ച രാത്രി ഒന്നും പെട്ടെന്ന് ആരും കിട്ടില്ല. ഇപ്പൊ ആന പുലി കാര്യങ്ങളെല്ലാം ഇറങ്ങി തുടങ്ങി. വസ്ത്രങ്ങൾക്ക് വേണ്ടി മാത്രം എത്രയോ 4 കോടി 5 കോടി എന്നാണ് ചെലവഴിച്ചു. വസ്ത്രങ്ങൾ എന്താ കിട്ടി? ഇവിടെ വസ്ത്രങ്ങളൊക്കെ ഫുള്ളും ഞാന് കൽപ്പറ്റ SKM ചെന്നൊക്കെയാണ് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ക്യാമ്പിലോട്ടേക്ക്. അവിടേക്കുള്ള പച്ചക്കറി, അതേപോലെ ഡ്രസ്സ് കാര്യങ്ങൾ, കുളിക്കാനുള്ള എല്ലാവർക്കും ഡ്രസ്സ്, ചെരുപ്പും കാര്യങ്ങളൊക്കെ സ്പോൺസറുകൾ വന്ന ആൾക്കാർ കൊണ്ടുവന്ന് തള്ളി ഇടുന്ന കൽപ്പറ്റ. അവിടെ നിന്നാണ് വണ്ടികളിലൊക്കെ കയറ്റി പോകുന്നത്. അതൊക്കെ കളക്ടറിന്റെ ഇതിൽ പല ഇതിൽ നിന്നും ആൾക്കാർ കൊണ്ടുവന്നിട്ട് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത്. അവരെ കൊണ്ട് കഴിയുന്നത് അവർ ഇവിടെ കൊണ്ടുവന്ന് തട്ടി. അത് 15 ഓരോ ക്യാമ്പുകളിൽ എത്തിക്കുക. പിന്നെ ഇവർക്ക് എന്താ അതിന് മാത്രം ചെലവെന്താ? ഇവര്